وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين വസാരിഊ നിങ്ങളെല്ലാവരും പരസ്പരം മുന്നേറുക ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിന്റെ ഭാഗത്തു നിന്നുമുള്ള പാപമോചനത്തിലേക്കും വജന്ന സമുന്നതമായ സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതി കൂട്ടി മുന്നേറുക അർദുഹസ്സമാവാതു വൽ അർദ് ആ സ്വർഗത്തിന്റെ വീതി ആകാശഭൂമികളുടെ അത്രയുമാണ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ ആ സ്വർഗത്തെ ഭയഭക്തരായ ആളുകൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു الذين ينفقون في السراء والضراء അവർ സന്തോഷത്തിന്റെയും സന്താപത്തിന്റെയും സന്ദർഭങ്ങളിൽ ചെലവഴിക്കുന്നവരാകുന്നു والكاظمين الغيظ കോപത്തെ നിയന്ത്രിക്കുന്നവർ والعافين عن الناس ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നവർ والله يحب المحسنين നന്മ നിറഞ്ഞവരെ അള്ളാഹു സ്നേഹിക്കുന്നു ഈ പരിശുദ്ധമായ ആയത്തുകളിൽ ആദ്യമായി അള്ളാഹു അവന്റെ എല്ലാ അടിമകളെയും ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒരു മത്സരത്തിലേക്ക് ആഹ്വാനം ചെയ്യുകയാണ് അത് പരാജയമില്ലാത്ത മത്സരം വിജയം മാത്രമുള്ള മത്സരം ഈ ലോകത്ത് ഉള്ള മത്സരങ്ങൾ അതിൽ വിജയവും പരാജയവുമുണ്ട് എന്നാൽ പടച്ചവന്റെ ഭാഗത്തുള്ള മത്സരം നന്മകളിലുള്ള മത്സരം അതിന് വിജയം മാത്രമേയുള്ളൂ പിന്നെ ചിലർക്ക് കൂടുതൽ വിജയം കിട്ടും പാസ് മാർക്ക് ഉറപ്പാണ് വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും നിങ്ങൾ ധൃതി കൂട്ടുക പടച്ചവന്റെ പാപമോചനത്തിന് കാരണമാകുന്ന കാര്യങ്ങളിലേക്ക് വജന്ന സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങളിലേക്ക് ആ മത്സരത്തിന്റെ സമ്മാനം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സുബ്ഹാനല്ലാഹ്, നിങ്ങളിൽ നിന്നും ഉണ്ടായിപ്പോയ പാപങ്ങൾ കാരുണ്യവാനായ പടച്ചവന് പുറത്തു തരും. രണ്ട്, സമുന്നതമായ സ്വർഗം അല്ലാഹു തരും.
عرضها السماوات والأرض. ആ സ്വർഗത്തിന്റെ ഒരു വിശേഷണം അല്ലാഹു പറയുന്നു, അതിന്റെ വീതി ആകാശഭൂമികളുടെ അത്രയുമാണ്. സ്വർഗത്തിന്റെ വീതി ഇത്രയാണെങ്കിൽ നീളം എത്രയായിരിക്കും? 7 ആകാശങ്ങളും 7 ഭൂമികളും ഒന്നിന് ശേഷം ഒന്നായി പരത്തിവെച്ചാൽ എത്ര ദൈർഘ്യമാണോ അത്രയുമാണ് സ്വർഗത്തിന്റെ വീതി. വജന്നത്തിൻ അർദുഹ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആ സ്വർഗം ഭയഭക്തരായ ആളുകൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ് സ്വർഗം അത് നിർമ്മിക്കപ്പെട്ടു കഴിഞ്ഞു, നരകവും നിർമ്മിക്കപ്പെട്ടു കഴിഞ്ഞു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഓരോ റമദാൻ മാസത്തിലും സ്വർഗത്തെ പുതുക്കപ്പെടുന്നതാണ്, അതിന് മേന്മകൾ വർദ്ധിപ്പിക്കപ്പെടുന്നതാണ്. വസാരിഉ ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബിക്കും. നന്മകളിൽ മുന്നേറുക, അതിൽ മത്സരിക്കുക, ധൃതി കൂട്ടുക. ധൃതി കൂട്ടുക എന്നാൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, നന്മയിലേക്ക് നമ്മൾ നീങ്ങുക എന്നാണ് ആശയം. അല്ലാതെ നമസ്കാരങ്ങളിൽ ധൃതി കൂട്ടുക, ഖുർആൻ ഓതുന്നതിൽ ധൃതി കൂട്ടുക, ദിക്റുകളിലും ദുആകളിലും ധൃതി കൂട്ടുക. 20 റക്അത്ത് നമസ്കരിക്കണം, അത് 20 മിനിറ്റിൽ നമസ്കരിക്കാനുള്ള വെപ്രാളം, പരിശുദ്ധ ഖുർആൻ കടപടാതെ പറഞ്ഞ് ഓതൽ, ദിക്റുകൾ എങ്ങനെയെങ്കിലും ചൊല്ലി തീർക്കൽ, ഇതല്ല ഉദ്ദേശം. നന്മയിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് തയ്യാറായി വരിൻ. അതിന്റെ അർത്ഥം എഴുന്നേൽക്കുന്നതിനും വെപ്രാളത്തിലാകണമെന്നല്ല. സുബഹിക്ക് ബാങ്ക് കൊടുക്കപ്പെട്ടു, അല്ലെങ്കിൽ തഹജ്ജുദിന്റെ സമയമായി ചാടി അങ്ങ് എഴുന്നേൽക്കുക വേണ്ട. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പതുക്കെയാണ് എഴുന്നേറ്റിരുന്നത്. എന്നാൽ അലസമായ നിലയിലുമല്ല. ആദ്യം തല 15 മിനിറ്റ് പൊക്കി വെക്കുന്നു, പിന്നീട് കൈ പൊക്കി വെക്കുന്നു, പിന്നീട് കുറെ നേരം ഇരുന്നു കൊണ്ട് ഉറങ്ങുന്നു, പിന്നെ ഉറങ്ങിക്കൊണ്ട് ബാത്റൂമിലേക്ക് പോകുന്നു. അങ്ങനെയുമല്ല. സാധാരണ പ്രക്രിയ അനുസരിച്ച് നന്മയുടെ സമയമായി കഴിഞ്ഞാൽ നന്മയിലേക്ക് നീങ്ങുക. ളുഹർ ബാങ്ക് കൊടുത്താൽ ആദ്യത്തെ ജോലി ളുഹർ നമസ്കാരമാകണം. അതിനുവേണ്ടി വുദു എടുക്കും, സുന്നത്ത് നമസ്കരിക്കും, ളുഹർ നമസ്കരിക്കും. വസാരിഉ ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബിക്കും വജന്നah عرضها السماوات والأرض أعدت للمتقين. മത്സരിക്കേണ്ട വിഷയം എന്താണ്? തഖ്വയാണ്. അല്ലാഹുവിനെ അറിയുക, അല്ലാഹുവിനെ സ്നേഹിക്കുക, അല്ലാഹുവിനെ ഭയക്കുക, അല്ലാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുക, അല്ലാഹുവിന്റെ നിരോധനങ്ങൾ വർജിക്കുക. ഈ വിഷയത്തിലാണ് മത്സരിക്കേണ്ടത്. അല്ലാഹുവിനെ അറിയുന്നതിൽ മത്സരിക്കണം. പരിശുദ്ധ ഖുർആൻ പഠിക്കണം, പുണ്യമായ ഹദീസുകൾ മനസ്സിലാക്കണം. അല്ലാഹുവിനെ പറ്റി പറയപ്പെട്ടാൽ സാഗൂതം ശ്രവിക്കണം. അതുമായി ബന്ധപ്പെട്ട രചനകൾ സശ്രദ്ധം വായിക്കണം.
ലോകദൃഷ്ടാന്തങ്ങൾ കണ്ട് അള്ളാഹുവിനെ അറിയണം, മനസ്സിലാക്കണം. മഹാന്മാരായ നബിമാരിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കണം. അള്ളാഹുവിനെ അറിയുമ്പോൾ ആ അള്ളാഹുവിനോട് നമുക്ക് അതിയായ സ്നേഹമുണ്ടാകും. അള്ളാഹുവിന്റെ നാമങ്ങൾ അധികമായി പറഞ്ഞുകൊണ്ട് പടച്ചവന്റെ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് ആ സ്നേഹം വർദ്ധിപ്പിക്കണം. അതുപോലെ പടച്ചവനോട് നമുക്ക് ഭയവും ഉണ്ടാകണം. പടച്ചവന്റെ ഗൗരവത്തെപ്പറ്റി ഉണർന്ന് ശിക്ഷയെപ്പറ്റി മനസ്സിലാക്കി നമുക്ക് പടച്ചവനോട് ഭക്തിയും ഭയവും ഉണ്ടാകണം. പിന്നീട് അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ പാലിക്കണം. എന്തെല്ലാം കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ നിർബന്ധമായും കൽപ്പിച്ച കാര്യങ്ങൾ നിർബന്ധമായും, ഐച്ഛികമായി കൽപ്പിക്കപ്പെട്ട കാര്യം കഴിവിന്റെ പരമാവധിയും പാലിക്കണം. അഞ്ചാമതായി പടച്ചവൻ നിരോധിച്ച കാര്യങ്ങൾ വർജിക്കണം. നിർബന്ധമായും നിരോധിച്ച കാര്യങ്ങൾ നിർബന്ധമായും വർജിക്കണം. അതുപോലെ പൊതുവിൽ നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ അതും കഴിവിന്റെ പരമാവധി വർജിക്കണം. ഇതാണ് മത്സരത്തിന്റെ വിഷയം. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض. ആകയാൽ ജീവിതം അമൂല്യമാണ്, സമയം വിലയേറിയതാണ്, സന്ദർഭം അസാധാരണമാണ്. അള്ളാഹു നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, എല്ലാ സഹോദരീ സഹോദരന്മാരെയും വാരിക്കോരി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ തിന്മകൾ പ്രവർത്തിച്ചവർ അവർ ഈ സമയത്ത് കൊതിക്കുകയാണ് ഈ മത്സരത്തിന് വേണ്ടി, ഇതിനു വേണ്ടി, സാഹചര്യത്തിന് വേണ്ടി. സുബഹി നമസ്കാരമല്ല, ളുഹർ വരെയും ഞങ്ങൾ നമസ്കരിക്കാം, അസർ വരെയും മഗ്രിബ് വരെയും ഇശാ വരെയും സുബഹി വരെയും നമസ്കരിക്കാം അവരാഗ്രഹിക്കുകയാണ്. ഒരു മാസത്തെ നോമ്പല്ല, വർഷം മുഴുവനും നോമ്പ് പിടിക്കാം. 2.5% സക്കാത്തല്ല, ജീവിതം സമ്പത്ത് മുഴുവനും ചെലവഴിക്കാം, സക്കാത്തായിട്ട് കൊടുക്കാം. ആഗ്രഹിക്കുന്നു, നടക്കുന്നില്ല. അവരിൽ തന്നെ അല്ലാഹു തആല അവർക്ക് വലിയ ദർജകൾ കൊടുക്കുമാറാകട്ടെ. നന്മകൾ പ്രവർത്തിച്ചവർ പോലും അവർ കൂടുതൽ നന്മ പ്രവർത്തിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് മോഹിക്കുകയാണ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരെ, നിങ്ങൾക്ക് സുവർണാവസരം, ഇതിനെ വിനിയോഗിച്ച് നിങ്ങൾ കൂടുതൽ നന്മകളിൽ നിങ്ങൾ മുന്നേറിൻ. പ്രത്യേകിച്ചും ഭയഭക്തിയുടെ കാര്യങ്ങളിൽ നിങ്ങൾ മുന്നേറിൻ. അള്ളാഹു നമുക്ക് പടച്ചവന്റെ പൊരുത്തത്തിനായി ദീർഘായുസ്സും നന്മകൾ പ്രവർത്തിക്കാനുള്ള തൗഫീഖും അല്ലാഹു നൽകുമാറാകട്ടെ.